ഹായ് ഹലോ ഹായ്. അങ്ങനെ ഒരു ദിവസം ഒരു ട്രാവലിംഗ് പ്ലാൻ ചെയ്തു. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. നമ്മൾ ഈ ഒരു മാസത്തിന് മുന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം, ഒന്നും നടക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു പ്ലാനിങ് ചെയ്തു. അനുവരി ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയുള്ളൊരു കാലാവസ്ഥ, വലിയ ചൂടൊന്നുമില്ല. കുറേ ദിവസം കൊണ്ട് ഭയങ്കര ചൂടായിരുന്നല്ലോ, അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ. ഇതാട്ടോ നമ്മുടെ പിങ്കിയാണേ. ട്രാവലിങ്ങിന് വേണ്ടി മാത്രം പിങ്കി എപ്പോഴും കാറിലായിരിക്കും. പിങ്കി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാറിനുള്ളിലുള്ള അതിലുപരി കാഴ്ചകൾ മാത്രമല്ല, നമ്മൾ നാടൻ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ നമുക്ക് അവിടെ പോയി കഴിക്കാമെന്നുള്ള പ്ലാനിങ് ആണ്. ഏത് സ്ഥലമാണിത്? നമ്മളിവിടെ പൂവച്ചൽ ഭാഗമാണ്. പൂവച്ചൽ എന്താ പറയാ, പൂവച്ചൽ എന്ന് പറയുന്നത് വലിയൊരു ജംഗ്ഷനാണ്. അയ്യപ്പന്റെ ക്ഷേത്രം, അയ്യപ്പന്റെ ഒരു ക്ഷേത്രം, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇറങ്ങി കുളിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ മഴ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇറങ്ങിയൊന്നും നടക്കുന്ന ലക്ഷണമില്ലല്ലോ. എന്നാലും ഒന്ന് നോക്കാല്ലേ. ഈ സമയത്തൊക്കെ ഒരു ചായ കിട്ടാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ സുഹൃത്തുക്കളെ, പിന്നെ വേറൊരു കാര്യം, പുറത്താണ് മഴ, ഞാൻ അകത്ത് തൊപ്പി വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ മുടിയൊന്നുമില്ല, മുടിയെല്ലാം പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്യാപ്പ്, പ്രായമൊക്കെ ആയില്ല എന്നൊക്കെ പറയും പോലെ. അതെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപ്പൊക്കെ ഒന്ന് വെച്ച് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. സച്ചിന്റെ ചായ മേടിക്കാൻ പോയിരിക്കുന്നു. എന്തൊക്കെയോ പറയുന്നു. ഫ്രണ്ട്സ്, ഒന്നും കൂടെ കാണിക്കാം, കണ്ടോ? വെള്ളം വീഴുന്നുണ്ട്. കയ്യിൽ ഫുൾ വെള്ളമായി. അപ്പോൾ നമ്മൾ കല്ലാറ് എത്തിയിരിക്കുന്നു. എല്ലാവരും കാണൂ. ഹലോ, ഹായ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും നടക്കാം, മഴയില്ലേ? ഒന്നിനും വയ്യ. നല്ല ഇത്രയും മഴ പെയ്തിട്ടും ബിരിയാണി ഇവിടുന്നല്ലേ കഴിച്ചത്? ഇവിടുന്ന് ബിരിയാണി കഴിച്ചത്. ഇതിനകത്ത് നല്ല ഇവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഇവരെ ബിരിയാണി സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇന്നിപ്പോ ഇല്ല, വെക്കേഷൻ ആയില്ല. ഇനിയിപ്പോ വെക്കേഷൻ പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടുത്തെ ബിരിയാണി. നമ്മുടെ ഫ്രണ്ടിൽ വലിയൊരു പുലി പ്രത്യക്ഷപ്പെട്ടു. നോക്കൂ, പ്രത്യക്ഷപ്പെട്ടു. അതാണ്ട് അടിപൊളി. ഒറിജിനൽ ആയിരുന്നെങ്കിൽ അടിപൊളി, എന്തായാലും അടിപൊളിയായിരുന്നേ. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഓടി. ഒരു കാട്ടിൽ ഒരു പുലി മതി, ഞാൻ മാത്രം മതി. എങ്ങനെയാ ശിവാനി പുലി കരയുന്നത്? അറിയാം. ഇവിടെ അട്ട എങ്ങനെ കാണിക്കുന്നത്? നടക്കണ പോലെ ശിവാനി നടക്കും. ഇനി ആട്ട നടക്കുന്ന കാണിച്ചോട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ കല്ലാറെത്തി. കല്ലാറ് വെള്ളം അത്യാവശ്യമേ ഉള്ളൂ, കുഴപ്പമില്ല. നല്ല ഇവരെന്തോ ഒരു കളി പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അവിടെ അട്ട, ഇവിടെയും വലിയ വലിയ അട്ടകൾ കണ്ടോ, അട്ടകൾ.
പെരിക്കാലട്ട എന്താ പറയണേ? ഇവനാണ് ഇവനാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഹായ് ഗൈസ്, ഉണ്ടോ ഇവിടെ നഷ്ടപ്പെട്ടത് 13 ജീവന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓ നല്ല വെള്ളമുണ്ടല്ലേ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തേൻമുട്ടായി വാങ്ങിക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. തേൻമുട്ടായി ശിവാനി തേൻമുട്ടായി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ശിവാനി വലിയൊരു തേൻമുട്ടായി വാങ്ങിക്കാൻ വേണ്ടി പോകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു. ഇന്ന് മഴ ആയതുകൊണ്ട് അതിന്റെ ഒരു അതായത് അന്ന് ബട്ടർഫ്ലൈ എടുത്ത ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മള് ബട്ടർഫ്ലൈ അതിനുശേഷം മഞ്ഞ, കറുപ്പ്, വെള്ള എല്ലാം ഉണ്ടല്ലേ? എല്ലാ കളറും ഉണ്ട്. ഒരു ദിവസം അതിനെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ കറങ്ങും. അല്ലേ? ഉപ്പിട്ടിട്ട് അത് വാട്ടിയെടുത്തിട്ട് അത് കുറച്ച് നേരം വീണ്ടും കൂടെ കഴിയണമായിരുന്നു. ഇപ്പൊ എനിക്ക് പച്ചമുളകാണ് പറ്റിയത്. കാന്താരി ഈ മണമുള്ള മുളകൊക്കെ ഇട്ട നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴും കിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് കിട്ടാണെങ്കിൽ അടുത്ത വാങ്ങിയിടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ മഴ. നമ്മളിവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി. പൊന്മുടി പോയില്ലേ? ഇല്ല, അങ്ങ് പോയില്ല. എന്നുവെച്ചാൽ ഇവിടെ വരുമ്പോഴേ ഈ കുറച്ച് നമ്മുടെ നാടൻ മുട്ടായി ഒക്കെ, ഈ എള്ളുണ്ട, പിന്നെ പുളിമുട്ടായി, ഇങ്ങനെയുള്ള ഓപ്പിക്കോ മുട്ടായി, നമ്മുടെ ഫാൻ മുട്ടായി, ജീരക മുട്ടായി, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാരും കുറച്ച് നേരത്തെ ഒരു കൊച്ചു വന്നിട്ട് പറയല്ലേ, എല്ലാം പഴയ ഐറ്റം മുട്ടായികളെല്ലാം വന്നിട്ടുണ്ടെന്ന്. അതൊന്നും എടുക്കോ? അത് ഇപ്പോഴേ ഇപ്പൊ ഈ ശനി എന്തോ ചൊവ്വാഴ്ച എടുത്തതാ. പഠിക്കുന്ന സമയത്ത് ഇത് അതൊരു പുളിമുട്ടായി, ഇതാണ്ട് ഇത് പുളിമുട്ടായി. 4 ഐറ്റം ഉണ്ട് പുളിമുട്ടായി. ഇതൊന്ന് പിന്നെ ഏതാണ്ട് ഇരിക്കുന്നത് എല്ലാം പുളിമുട്ടായിയാണ്. അതിനൊക്കെയാണ് ഒരു ചെലവുണ്ട്. ആളുടെ വരുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിന്റെ ആ ഒരു ഫീൽ ആയിരിക്കും. ഈ കുരുവാണ് അന്ന് കിട്ടുന്ന കുരു. അതെ അതെ, കടിച്ചാൽ പോലും പൊട്ടും. അല്ലല്ല, പുളിങ്കുരു എന്ന് പറഞ്ഞാൽ നല്ലതല്ല. മറ്റേ രുദ്രാക്ഷത്തിന്റെ അതല്ല, അതുപോലെ ഇരിക്കുന്നു. പക്ഷേ ഒരു മോഡലാണ്. ഇതില് കരിപ്പെട്ടി കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇതെന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ ഒരെണ്ണം എടുത്ത് കഴിച്ചായിരുന്നു. കരിപ്പെട്ടി കിട്ടി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നുണ്ട്. വെറുതെ നോക്കണോ? അതില് എന്താണത്? പുളിമുട്ടായുടെ വേറെ മോഡൽ. കരിപ്പെട്ടി കൂടെ മിക്സ് ആവും സാധനത്തിൽ പോലെയുള്ളു. പിന്നെ ഇതില് അത് കഴിച്ചിട്ടില്ല. ഇതില് പഞ്ചസാരയും പിന്നെ പുളിയും കൂടെയാണ്. പഞ്ചസാരയും പുളിയും കൂടെ ഉപ്പും കൂടെ മിക്സ് ആണ്. ഇതാണ് കേട്ടോ പക്കാ പുളി. ഇത് പുളിയുണ്ട് നല്ല. അത് കരിപ്പട്ടിയും പുളിയും കൂടെ മിക്സ് ആയിരിക്കും. ഇത് അതിൽ കൂടെ ഉണ്ടല്ലേ. അപ്പൊ ഇതില് പിന്നെ ഉപ്പും പിന്നെ പഞ്ചസാരയും പുളിയും കൂടെ മിക്സ് ആണ്. ടേസ്റ്റ് വരുന്ന അതാണ്. എന്തായാലും കൊള്ളാം. അല്ല, ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടല്ലോ, അതൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുറച്ച് നെല്ലിക്ക മേടിച്ചു. പേരെന്താണ്? എന്റെ പേര് തങ്കം. തങ്കം. ഇവിടെ അടുത്തന്നെ താമസം. ഇവിടെ നിന്ന് ഒരു 3/4 കിലോമീറ്റർ അകത്തോട്ട് പോകണം.
മിഠായി. എങ്ങനെയുണ്ട് ശിവാനി? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. ശരി, അപ്പം നമുക്കിനി നേരെ പൊന്മുടി. അതെ, അപ്പം ശരി. അപ്പം ബൈ. ഓ തീർച്ചയായിട്ടും നമ്മൾ വരും. ചെറിയ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാത്തത് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞാൻ കുറവായിട്ട്, അതായത് ചെറിയ നമ്മളെ ദോശ, ഓംലെറ്റ് ഇനി വരുമ്പോ അല്ല. അതെ 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 അതെ. വീട്ടില് ഗ്യാസ് ഉണ്ട്, പക്ഷെ അത് എടുത്തോണ്ട് വന്നാൽ തിരിച്ച് ആട്ടയിൽ കൊണ്ടുവരണം. അപ്പൊ ദിവസം ആട്ടയ്ക്ക് 50 രൂപ. അപ്പൊ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കൊണ്ടുവരാത്തത്. ഇവിടെ ഒന്ന് ഗ്യാസിൽ കുറ്റിയിരിക്കൊണ്ട് ഒരു ഗ്യാസ് അടുപ്പുണ്ടായ. എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഈ മഴ ആയതുകൊണ്ട് വെള്ളം തിളപ്പിച്ചു തേയില ഇട്ട് വെച്ചിരിക്കുകയാണ്. തേയില വേണോ? അങ്ങനെ ഞാൻ ഇട്ട് വെച്ച് ആരെങ്കിലും ചൂട് വെള്ളത്തിന് വരാനേ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. നമുക്കിനി നേരെ പൊന്മുടിയിലോട്ട്. ആ ചേച്ചി അടുത്ത പ്രാവശ്യം ചേച്ചി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് എത്തിയിരിക്കുകയാണ്. അവിടെ ചെക്കിംഗ് ആണ്. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എന്തോ എടുത്താണ് പോകേണ്ടത്. എത്ര പേര് എന്തൊക്കെയാണെന്നുള്ളത്, ബോട്ടിൽസ് ഒക്കെ ഉണ്ടോ ഇല്ലയോന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റേ വേസ്റ്റുകളും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. കഴിവതും വണ്ടിയിൽ നിന്ന് തന്നെ മാറ്റി റിമൂവ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഇപ്പം വരാം. ഹായ് ഗൈസ്, നമുക്ക് 3 പേർക്കുള്ള ടിക്കറ്റാണിത്. 160 രൂപ. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. ഹായ് ഗൈസ്, സൂപ്പർ മിസ്റ്റാണ് ഇവിടെ. അടിപൊളി, സൂപ്പർ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ മേടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പൈനാപ്പിൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി, നല്ല മുളക് പൊടിയൊക്കെ ഇട്ട പൈനാപ്പിളാണ്. അങ്ങനെയുണ്ട്. പുറത്ത് നല്ല മഞ്ഞുണ്ട്, നല്ല മഴയും ഉണ്ട്. ആ ശിവാനി ഒരു സൈഡിൽ അങ്ങ് ഒതുങ്ങി. അരച്ചറിയാം, മാങ്ങയും മുളക് പൊടിയും കിട്ടിയാൽ പിന്നെ ശിവാനിയെ നോക്കണ്ട. ശിവാനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മാങ്ങ. അച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേ വേണം. അപ്പോൾ നമുക്ക് തിരിക്കാം, നേരെ പൊന്മുടി ഹിൽ ടോപ്പിലോട്ട് പോവാം. ഓക്കെ,
ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ പൊന്മുടി എത്തി. ഹലോ ഗൈസ്, നമ്മൾ പൊന്മുടി ഹിൽ സ്റ്റേഷനാണ്. എൻ്റെ ഭാഗത്താണ്. ഒന്നും കാണാൻ വയ്യ. ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്.